സ്ഥലം ഇവളുടെ സംസ്കാരം നോക്കുന്നു. വളരെ സിമ്പിൾ കുറെ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഓണപരിപാടിക്ക് പോവാം ഞങ്ങൾ. ഓണപരിപാടിക്ക് ഞങ്ങൾ ടൊറൻറ്റോ പോവാം. ടൊറൻറ്റോ പോയിട്ട് അതിന് മുന്നേ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകുന്നുണ്ട്. സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ മുണ്ടും ഷർട്ടൊന്നും എടുത്തില്ല, ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രി 11 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. 11 മണി വരെ ഫംഗ്ഷൻ, അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എല്ലാം കഴിയുമ്പം സമയം എടുക്കുമല്ലോ. അപ്പോൾ എല്ലാം മുണ്ടൊക്കെ കൊടുത്തിട്ട് എൻ്റെ പകുതി ആകുമ്പോഴേ ഊരിപ്പോവും. എനിക്കത് പറ്റത്തില്ല. എന്താ പ്രായമൊക്കെ ആകുന്നുണ്ട്, നരയൊക്കെ ഇങ്ങനെ കാണിച്ച് ഒരു സ്പ്രിങ് പോലെ നരയൊക്കെ കിടക്കുന്നു. അപ്പോൾ അവിടെ ഓണപ്പരിപാടി കാണാം. നല്ല വെതർ. അയ്യോ സ്കൈ നോക്ക്. എന്തൊക്കെ കാര്യങ്ങളെ കയ്യിലുള്ളതല്ലോ. ഇടരുതോ? നിന്റെ കയ്യിൽ എന്തൊക്കെയുള്ള ഫോണ്? ഓടാൻ എളുപ്പം അതായോണ്ട്. അങ്ങനെ ഓണപരിപാടി പോടെ. ബാക്കിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ. ഇതൊക്കെ നമ്മളങ്ങനെ പരിപാടി ആദ്യം സദ്യ കഴിക്കാൻ പോകുന്നു. അല്ല, ആദ്യം പെട്രോൾ അടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കഴിക്കും. അങ്ങനെ പീ ബ്രേക്ക്. അങ്ങനെ സായിപ്പന്മാരുടെ ഇടയിൽ ചുരിദാർ ഇട്ട രണ്ടെണ്ണം. അതെ, ഹൗസ് നോക്കിയിരിക്കെ സദ്യ കഴിക്കുന്നതിന്റെ ഇതിൽ ഇരിക്കുന്ന പല്ലിലെ കമ്പിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുക. അമ്മൂമ്മ പല്ലിലെ കമ്പിയൊക്കെ എടുത്ത്. കമ്പിയല്ല, അലൈനർ. അത് തന്നെ കമ്പി. വിശാലമായി കഴിക്കാൻ കയ്യിലെ ഇതെല്ലാം ഇതൊക്കെ ഉറങ്ങിയിട്ട് ഇതൊക്കെ വരെയൊക്കെ. സമാധാനം എഴുതാണ്ട് മുഖത്തെ സന്തോഷം നോക്കവളുടെ. ചിരി നോക്ക്, മുഖത്തെ ചിരി നോക്ക്. അങ്ങനെ നമുക്ക് ഒരു സൈഡിൽ തുടങ്ങല്ലേടി. സദ്യ കഴിക്കുന്ന പ്ലേറ്റോ? സദ്യ ഫുഡ് സദ്യയില് ചീറ്റി പോയി. വലിയ പാത്രത്തിന് പോരെ ചെറിയ പ്ലേറ്റ് കിട്ടി. വലിയ പ്ലേറ്റ് ഇല്ലാത്തതിന് വിഷമമുണ്ടോ? ചമ്മന്തി കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. ഇല്ല, ഓണസദ്യ ഇല്ല, ബുഫേ മാത്രമേ ഉള്ളൂ. അത് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. ഫുഡ് തന്നെ നല്ല. മറ്റേതാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഇലയിലൊക്കെ കിട്ടി. ഇപ്പൊ അതില്ല. അവളുടെ സന്തോഷം. ഒരാളൊന്നും അനങ്ങാതെ ഫുള്ളടി. അടുത്ത ട്രിപ്പ്. ഞാൻ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓണസദ്യ ബുഫേ ആയിരുന്നു. ഈ വർഷം അങ്ങനെയല്ല. ഓണസദ്യ സെപ്പറേറ്റ് ഓണസദ്യ എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബുഫേ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബുഫേയിൽ കയറി ഞാൻ കഴിച്ചു. തുടങ്ങിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്കും ഇതേപോലെ തന്നെ പറ്റിപ്പോയി. അവരും വന്ന് സദ്യ എന്ന് പറഞ്ഞ് ബുഫേ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ബുഫേ തന്നെ ആക്കി കണ്ടിന്യൂ ചെയ്ത്. ഇലയിലുണ്ടായിരുന്നു, നമ്മളത് അറിയാതാണ്. ഇപ്പൊ അപ്പുറത്തിരിക്കുന്നവരല്ലേ ഇലയിലും കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം കയറിയപ്പോ ഇലയുടെ പ്ലേറ്റ് ഇല്ലെന്ന് ചോദിച്ച്. പക്ഷെ അവർക്കും അറിയത്തില്ലല്ലോ ബുഫേ ആണെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അങ്ങനെ ആയിരുന്നു, ഇലയിലുള്ള പ്ലേറ്റ് ഒക്കെ ആയിരുന്നു. ഇനി ഫുഡൊക്കെ ഏകദേശം സെയിമാ, പക്ഷെ മറ്റിനകത്ത് എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടല്ലേ. അത് ഓണസദ്യ തന്നെയായിരുന്നു, അത് തിരുവോണത്തിന്റെ അന്നായിരുന്നല്ലോ. എല്ലാ സാധനങ്ങളും കഴിച്ചെന്തായാലും. അപ്പുറത്ത് ഇരിക്കുന്നവര് ഇലയിൽ കഴിക്കുന്നത് കണ്ടോണ്ട് പോകുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? അതിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിടം തൊട്ടാണ് കുഴപ്പം. ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി എന്താ പരിപാടി? ഇനി നമ്മള് ടൊറന്റോയില് ഓണപ്പരിപാടി. ഒരാൾ ഒളിച്ചിരിക്കുന്നു. വീഡിയോയിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കുന്നു. സ്ഥലം വിശാലമായി അവിടെ കിടന്ന് ഉറങ്ങുക.
ഇപ്പൊ വീഡിയോ എടുത്തെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ്. ഗൈസ് പാർക്കിംഗ് കിട്ടി. ഇവിടുന്ന് നമ്മൾ പാർക്കിംഗ് കിട്ടി. നമ്മൾ പാർക്കിംഗ് എടുത്ത് ഒരാൾ പറയുന്ന ഉറക്കുന്നു. ഈ 850 മീറ്റർ നടക്കുന്നതിനാണ്. രണ്ടിവിടെ ഒരാൾ ക്യാമറ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇതിലൊന്നും ഇടപെടാത്ത ഒരാൾ. പക്ഷെ എല്ലാവർക്കും നല്ല ഷൂകളാണ്. മേലെയാണ് നല്ലത്, പക്ഷെ താഴെ ആയിരുന്നു നോക്കരുത്. അതൊക്കെ അങ്ങോട്ട് ഫോട്ടോ വെച്ച് ഈ അപ്പൂപ്പൻ ജട്ടി ഇട്ടിട്ടാണോ നടക്കുന്നതെന്ന് ഇവളെ ചോദിച്ചു. ഇവളുടെ സംസ്കാരം നോക്കും. അത് കണ്ടു ചിരിക്കാൻ ഇവിടെ വേറെ ആൾക്കാരും. എന്താ ഇതൊക്കെ തിരിഞ്ഞു നടന്നാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും. അയ്യോ കിഷ്മയുടെ ബാഗിലായിട്ട് എന്തായാലും സ്ഥലം ഉണ്ടായിരുന്നു. കണ്ണാടി നമുക്ക് വേണം അപ്പുറത്ത് ക്രോസ് ചെയ്യണം. പക്ഷേ അവിടുന്ന് പറ്റുമായിരുന്നു. നമുക്ക് അവിടെ പോയി അവിടുന്ന് ക്രോസ് ചെയ്യാം. ഛർദിക്കാൻ പറ്റുന്നു. അയ്യോ ഇവിടം വരെ കഴിച്ചോളൂ. ഇവിടം വരെ. അതെ, കുറച്ച് 2 രസഗുളയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കരുത് ആ ഗ്ലാസ്സിനകത്ത്. അത് സത്യം, അത് ഞാൻ കണ്ടു. രസഗുള അല്ല, ഗുലാബ് ജാം. ഗുലാബ് ജാം. ആ ബിൽഡിംഗ് ഒക്കെ നല്ല രസം. ഇനി നമുക്ക് 750 മീറ്ററും കൂടെ നടക്കാനുണ്ട്. ആരെ കൂവുന്ന എന്തുകൊണ്ട് ആള് ഈ ആളാ കൂവുന്നത്. മഴ അപ്പുറം തന്നെ നോക്കും. ഭയങ്കര വെയിലായി. നടക്കാം. നടക്ക വരിക. കാർത്തിയാനി അങ്ങോട്ട് നടന്നോളാം. ഇത് കൺസ്ട്രക്ഷനിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. നോക്ക് പള്ളി നോക്ക്. നല്ല അടിപൊളി. സിനിമയിലൊക്കെ കാണുന്ന പള്ളി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പള്ളി. പള്ളിയുടെ അടുത്ത് കുറെ ആൾക്കാർ അടിച്ച് ഓഫായിരിക്കുന്നു. തുറന്ന സ്ട്രീറ്റ്സിൽ കൂടെ നടന്നു വരുന്ന 2 യുവ ദമ്പതിമാർ. അല്ല ദമ്പതിമാരല്ല, സോറി ദമ്പതിമാരല്ല, മിഥുനങ്ങളല്ല. അതും യുവതികൾ. ചെറുതായിട്ടൊന്ന് അർത്ഥം മാറിപ്പോയി. അടിപൊളി ഒരു കോടയൊക്കെ പിടിച്ചൊരു ഇതാണ് ഒരു തിയേറ്റർ. ഇവിടെ എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നു. അവിടുത്തെ പരിപാടി സൗണ്ട് ഒക്കെ കേട്ട് തുടങ്ങി. ദാണ്ടാണ് പരിപാടി. ഇതാണിത്. പക്ഷെ അത് അപ്പുറത്തോടെ നമുക്ക് കയറണം. ഇതാണ് പരിപാടി. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കയറാം. അതാ ഇവിടെ മറ്റേ ഫോട്ടോ നമ്മള് മണം കേട്ട് തന്നെ കിറങ്ങുന്നു. ചന്ദനം തേച്ചോണ്ടിരിക്കുക. മേലെ ഞാനിട്ടെ ഇട്ടോ. എനിക്ക് ചന്ദനം ഇട്ട്. ഇവിടെ മീലിന്റെ ഓഫേഴ്സ് കിട്ടി. ഇവിടെ താമസിക്കുന്നവർക്ക് കണ്ടോ മന്ത്ലി 2 മീല് വെച്ചിട്ട് കിട്ടും. $300. സൈറ്റ് സീയിങ് ടൊറോണ്ടോ ബസ്. ട്രിവാൻഡ്രത്തില്ലായിരുന്നു ഇങ്ങനെ പണ്ട്. ട്രിവാൻഡ്രത്തും ഉണ്ട്. ബസിന്റെ മേലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിർത്തി. അതിന്റെ വേറെ ആൾക്കാർക്ക് ഇറങ്ങാനുണ്ടായിരുന്നു. അതിന്റെ മുന്നിൽ അതിന്റെ ഉള്ളിൽ പോയിട്ട് വീണ്ടും ഫോട്ടോ എടുത്ത് കൊടുക്കുക. വന്ന് ഇരുന്നിട്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാം. മാവേലിയുടെ അടുത്തിരിക്കുക. അരുണാന്ന് വിചാരിച്ചാൽ മതി. ഇനി അവരടുത്ത് അവിടെ പോയി ഇരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവർ രണ്ടുപേരും ഇവിടെ അവിടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്ന അതെ എടുത്തു കൊടുക്കണ്ടേ ആളായി. കൊടയൊക്കെ ഉണ്ട്. നല്ല ചൂട് ചായ, പൊള്ളുന്ന ചൂട് ചായ. ഓ പാട്ട്. Hello guys, how are you? സോ നമുക്ക് നിങ്ങളുടെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടിയ ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. Are you guys ready? Once again, this is your boy Vallada live. Here we go. പരിപാടി കഴിഞ്ഞ് നമ്മളവിടെ പോയല്ലേ. പോവാ. നമ്മള് എന്തൊക്കെ വാങ്ങിച്ചേ? പരിപ്പുവട, ഉഴുന്നുവട, എഗ് പപ്സ് വാങ്ങിച്ചു, കിഷ്മ മോമോസ് വാങ്ങിച്ചു,
ഞാൻ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു. ഇതാ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവാണ്. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച് ഇഷ്ടപ്പെട്ട് കിടന്ന് തുള്ളുമായിരുന്നു. ആ ഷവർമ, ഓ മൈ ഗോഡ്, ഷവർമ ഉണ്ടായിരുന്നു. അത് മറന്നുപോയി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വണ്ടി എവിടെ ഇട്ടേക്കുന്നത് നോക്കി പോവുകയാണ്. ഇനി ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഫുഡിങ്ങനെ നോക്കി നിൽക്കുന്നു എന്നെ. ഇനി എല്ലാവരും ഫുൾ ഉറക്കം. വണ്ടി ഇതാ കിടക്കുന്നു. ഇനി നിങ്ങൾ വണ്ടി കയറി ഇനി ഫുഡൊക്കെ വെക്കുക. ഉണ്ട് ഒരാൾ ബാക്കിൽ വെച്ചോണ്ടിരിക്കുക ഒലിക്കാതെ. എന്ന് വെച്ചാൽ കറക്റ്റ് പാക്കിംഗ് അല്ല. നീ അവിടെ ചെല്ലണം. അവിടെ 4 മണിയാവും എത്താൻ. ചെന്നിട്ട് കിടന്നുറങ്ങണം. നൈറ്റ് ഡ്രൈവിനൊരു കോഫി വാങ്ങിച്ചു ഉറങ്ങിപ്പോയിരിക്കാൻ വേണ്ടി. ഇനിയുണ്ട് 2.5 മണിക്കൂർ. ഓണാഘോഷങ്ങൾ മുണ്ടും ചാട്ടും ഒക്കെ ഇട്ട് വേണ്ട. ഇവിടെ വേറെ ആൾക്കാരെ കാണിച്ചു തരാം. വേണ്ട, ഓണപരിപാടിക്ക് ഓണസാരി കൊടുക്കുകയാണ് 2 പേർക്ക്. കുഴപ്പമില്ല. അതെ, അറിയാവുന്നോണ്ട് കുഴപ്പമില്ല. എനിക്ക് മാത്രം പിന്നെ ഒരുങ്ങുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. വളരെ സിമ്പിൾ. അങ്ങനെ ഞങ്ങൾ ഓണസദ്യ എടുക്കാൻ പോവാണ്. ഓണസദ്യ, ഫ്രോസൺ ഓണസദ്യ. ഇളകിയിരിക്കുകയാണ് ഗൈസ്. സാരി എടുത്ത് ഇളകിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഒപ്പിച്ചു വെച്ചേക്കാണ്. മൊത്തം സേഫ്റ്റി പിന്നും ബാക്കിയുള്ള എന്നാ ഹെയർ ക്ലിപ്പും എല്ലാം കൂടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അവിടെ മൂക്ക് തന്നെ ഇടുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രോസൺ ഓണസദ്യ ജാക്മി എന്തൊക്കെയുണ്ട്? സാമ്പാർ, പരിപ്പ് കറി, കൂട്ടുകറി, ഓലൻ, അവിയൽ, പപ്പടം കാച്ചണം തോന്നുന്നു, പൈനാപ്പിൾ പച്ചടി, തോരൻ, രസം, ചെറുപയർ പായസം, അടപ്രഥമൻ. പെട്ടെന്ന് പറയണം, മുണ്ടൂരി പോകുന്നതിന് പിന്നെ പറയണം. മസാലക്കറി, കാളൻ, എരിശ്ശേരി, പുളിയിഞ്ചി, ലെമൺ പിക്കിൾ, മാംഗോ പിക്കിൾ, ബനാന ചിപ്സ്, ശർക്കര വരട്ടി, പപ്പടം, ചക്ക വരട്ടിയത്. ചക്ക വരട്ടിയതോ? ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ് ഒക്കെ മാറുന്നത്. കോഴിക്കോടൻ ഹൽവ റെഡ്, കോഴിക്കോടൻ ഹൽവ ബ്ലാക്ക്, ജാക്മേ വാക്യൂം ഫ്രൈഡോ, വാക്യൂം ഫ്രൈഡ് റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ്. ഇനി സദ്യ ചെന്നാല് പേപ്പർ വാഴയില, ചക്ര വരട്ടി. ഇത് നമ്മുടെ ചക്ക വറുത്തത്, ഇഞ്ചിപ്പുളി, അച്ചാറ്, മാങ്ങ, പപ്പടം കാച്ചത്, ബനാന ചിപ്സ്, അവിയൽ. എല്ലാം ഓവനിൽ വെക്കാൻ പറ്റും. ഹൽവയാണ്, ഹലുവ, കോഴിക്കോടൻ ഹൽവ. അടുത്തത് വന്നു. ഇതെല്ലാം നമുക്ക് ഓവനിൽ ഇങ്ങനെ വെക്കാം. ഇത് തോരനും പരിപ്പ് കറിയൊക്കെ. അത് കല്യാണത്തിന് ചൂടാണ്. എന്നാ ഓണം വലിച്ചു കീറു പാപ്പാ. പപ്പടം പൊള്ളിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ ഫുഡ് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പൊട്ടിച്ചോണ്ടിരിക്കുന്നു. അതെന്തോ ഹലുവ? ഹലുവ. അങ്ങനെ കറി വിളമ്പാൻ പോവുകയാണ്. ഹലുവ വന്നു, നാരങ്ങാച്ചാർ വന്നു, മാങ്ങാച്ചാർ വരുന്നു, ഈഞ്ചപ്പുളി വന്നു. ഇവിടെ പപ്പടമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അവിയൽ വന്നു, ക്യാബേജ് തോരൻ, പരിപ്പ്, ഓലൻ വന്നു. കറി ഏതാണെന്നറിയാതെ കൺഫ്യൂസ് ആയി. പൈനാപ്പിൾ കറിയാന്ന് തോന്നുന്നു. വാക്യൂം ഫ്രൈ ചെയ്ത് ചക്രവർത്തി വന്നു, പപ്പടം വന്നു, ചോറ്. വേണ്ടേ? ഹാപ്പി ഓണം. നമ്മള് തിരുവനന്തപുരം കൊല്ല സദ്യയും ഇത് തൃശ്ശൂർ സദ്യയും. അതുകൊണ്ട് പായസം അല്ല സാമ്പാർ ആദ്യം ഒഴിക്കുന്നത്. നമ്മൾ പരിപ്പ് പപ്പടമാണ്. എല്ലാരും ഇനി മരണമടിയായിരിക്കും. 4 മണിയായി ഇവിടെ. സാമ്പാർ, ഇനി സാമ്പാർ ഇനി അടിച്ച് മുണ്ടൊക്കെ ഇതൊക്കെ ഊരിയിട്ട് തലയെ കെട്ടിയിട്ടൊക്കെ അടിക്കണ്ടേ. പണ്ട് ഗുരുവായൂർ കോളേജിൽ നിന്ന് ഞാനും നാദറും കൂടെ നജാദിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയി. റോഡിൽ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മുണ്ട് ഊരിപ്പോയി ഫുള്ളായിട്ട്. ഈ കൈകൾ ഇന്ന് വളരെ ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫുള്ള് ഊരി. എനിക്കിനി എഴുന്നേറ്റാൻ പറ്റത്തില്ല. ഇനി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുണ്ട് താഴെ തന്നെ ആയിരിക്കും. അങ്ങനെ നല്ലൊരു സദ്യ കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു ഉറക്കമാണ്. കണ്ണുറക്കുമ്പോൾ നാളെ രാവിലെ
എന്റെ ഇല വന്നിട്ട് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് എന്തായാലും കഴിക്കാതിരുന്നേ. എന്റെ ഇലയില് ചോറിൽ എന്തിനു കഴിച്ചു? പറഞ്ഞു മാതൃക ദമ്പതിമാർ ഒരേ ഇല. ഇതാ ഓരോ ഇലയില കഴിച്ചുള്ള പ്രശ്നം, അടിയാവുന്ന കേട്ടോ. കിഷ്മയുടെ ഇലയെ കൂടെ ഒന്ന് കാണിക്കാവോ? എന്റെ പൊന്നോ, ഇതെന്തത്?